ഹായ് ഓൾ വെൽക്കം ബാക്ക്. ചൈനീസ് കമ്പനി ആയിട്ടുള്ള ZAIയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു AI മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. GLM 4.7 എന്നാണ് ആ ഒരു മോഡലിന്റെ പേര്. 3JSും 3D ആനിമേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള വെബ്സൈറ്റ്സ് നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു URL-ലേക്ക് വരാം. അപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഇമെയിൽ ID വെച്ചിട്ട് നമുക്ക് സൈനപ്പ് ചെയ്യാം. നമ്മൾ സൈനപ്പ് ചെയ്താൽ മാത്രമാണ് നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഓൾറെഡി ഇതിൻ്റെ അത് റിമെമ്പർ ചെയ്ത് വെക്കുകയുള്ളൂ. ഇന്റർലീവ്ഡ് തിങ്കിങ് എന്നൊരു ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. AI സ്ലൈഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ടൂള് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL-ഉം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രിയേറ്റ് പ്രസൻറ്റേഷൻ എന്ന് ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് റൺ ചെയ്യാം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്ലൈഡാണ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുന്നത്. വെബ്സൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ഡേറ്റാസും കാര്യങ്ങളും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്ത് നല്ല ഇമേജുകളൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് 8 പേജുള്ള ഒരു സ്ലൈഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു പോസ്റ്റർ ക്രിയേഷൻസ് നോക്കാം. അപ്പോൾ പോസ്റ്റർ ക്രിയേഷൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. ഒരു ലക്ഷറി പെർഫ്യൂം ലോഞ്ച് പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഓവറോൾ കളർ തീമും വൈബും ഒക്കെ നല്ല രസമായിട്ടാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോംപ്റ്റ് റൺ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ 3D എക്സ്പീരിയൻസ് തരുന്ന പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഇവിടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ഇവിടെ കൊടുക്കാം. ഒരു കാർ കോൺഫിഗറേറ്റർ എന്നുള്ള പ്രോംപ്റ്റ് ഇതായിരുന്നു. അതിൻ്റെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇതാണ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തന്നത്. ഇതുപോലെ നമുക്കെല്ലാം റൊട്ടേറ്റ് ചെയ്തൊക്കെ കാണാൻ പറ്റും. ബോഡിയുടെ കളേഴ്സ് നമുക്കിതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എഡ്യൂക്കേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു മോഡൽ യൂസ് ചെയ്യാം. ആറ്റംസ് തമ്മിലുള്ള ബോണ്ടുകൾ എങ്ങനെയാണ്, ഇതുപോലെ ഇപ്പം ഞാൻ ഒരു പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയമണ്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും ഈ ഒരു കാർബൺ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആറ്റംസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഡയമണ്ടിൽ നമ്മൾ കണ്ടു. ഇനി ഗ്രാഫൈറ്റിൽ എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള 3D വിഷ്വലൈസേഷൻ കാര്യങ്ങൾ നന്നായിട്ട് ഈ ഒരു പുതിയ മോഡലിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്.